ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ 25ാമത് വാർഷികം മുരിക്കാശ്ശേരിയിൽ നടന്നു. മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും HMTA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സ്വതന്ത്ര സംഘടനയായ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ 25ാം വാർഷികവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് മുരിക്കാശ്ശേരി മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്നത്. 500-ൽ-അധികം അംഗങ്ങളുള്ള മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ ഇത്തവണത്തെ സമ്മേളന പരിപാടികൾ HMTA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ബെറ്ററായി പോകുന്ന യൂണിറ്റ് എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് മുരിക്കാശ്ശേരി യൂണിറ്റ് തന്നെയാണ്. നമുക്ക് സംശയം പറയുന്നത് വാഹനങ്ങളുടെ കാര്യമായാലും ആംബുലൻസ് സർവീസ് ആയാലും ടൗണിലുള്ള മറ്റ് അക്ഷയ സെൻ്ററോ അല്ലേ, ഇൻഷുറൻസ് പദ്ധതി, നിരവധിയായ പദ്ധതികൾ തന്നെ നടപ്പാക്കുന്നു. അപ്പോൾ ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ സാധ്യമാകുന്നു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് അത് അത്ഭുതത്തോടു കൂടി പറയേണ്ടതാണ്. 25 വർഷം പൂർത്തിയാക്കിയ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ബോസ് സെബാസ്റ്റ്യൻ മുൻ വർഷത്തെ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. HMTA ജനറൽ സെക്രട്ടറി MK ബാലചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി മനോജ് എബ്രഹാം പുതിയ അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും ട്രഷറർ ലൂക്ക ജോസഫ് സമ്മാന വിതരണവും നിർവഹിച്ചു. സംഘടനയുടെ മറ്റു നേതാക്കളായ ബേബി മാത്യു, മുഹമ്മദ് PS, സജി കുന്നൽ, ജോൺസൺ മറോട്ടിമൂട്ടിൽ, തോമസ് കുട്ടി VA ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. യൂണിറ്റ് ട്രഷറർ സാജൻ പ്ലാന്തോട്ടം നന്ദി രേഖപ്പെടുത്തി. വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ച് മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിപത്തിനെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ ഡിജോ ദാസ് ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഷാജി ജോസഫ് പ്രസിഡന്റായും ബോസ് സെബാസ്റ്റ്യൻ സെക്രട്ടറിയായും സാജൻ പ്ലാന്തോട്ടം ട്രഷററായും അർജുനൻ ഓഫീസ് സെക്രട്ടറിയായുമുള്ള ഭരണസമിതിക്ക് തന്നെ നിലവിലെ ചുമതലയും നൽകി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.